ടു മൈ വീഡിയോ. പിന്നെ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ പാർട്ട് ടൈമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആസ് ആൻ അബ്രോഡ് സ്റ്റുഡൻറ്റ് പാർട്ട് ടൈം, ഞാനിപ്പോൾ അയർലൻഡിലാണ്. അപ്പോൾ അയർലൻഡിലത്തെ പാർട്ട് ടൈമിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട്, അതായത് ഇങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ പാർട്ട് ടൈമിൻ്റെ അവസ്ഥ എന്താണ്, പാർട്ട് ടൈം കിട്ടും, ഷുവറാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം കിട്ടും, എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ടൈം എടുക്കും, അതാണ് പ്രശ്നം. അപ്പോൾ വന്ന ഉടനെ തന്നെ പാർട്ട് ടൈം കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. അപ്പോൾ അത് കിട്ടണോലുണ്ട്, പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പം ഞങ്ങളുടെ റൂമിൽ തന്നെ എനിക്ക് പാർട്ട് ടൈം ഒരു പണി സെറ്റായത് 3 മാസം കഴിഞ്ഞിട്ടാണ്. 3 മാസം അത്യാവശ്യം നല്ല രീതിയിൽ തിരഞ്ഞ് നടന്നിക്കണം പാർട്ട് ടൈമിന്, ഓൺലൈനിലായാലും പുറത്തായാലും ഒക്കെ. പിന്നെ 5 മാസം കഴിഞ്ഞിട്ട് കിട്ടിയതിലും ഉണ്ട്, വന്നിട്ട് 5 മാസം കഴിഞ്ഞിട്ട് പണിയായാലും ഉണ്ട്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ റെൻറ്റും കാര്യങ്ങളും എക്സ്പെൻസ് വരുമ്പോൾ, പിന്നെ ഈ 5 മാസം 3 മാസം എന്ന് പറഞ്ഞാൽ ഈ ടൈം ഗ്യാപ്പിൽ നമുക്ക് റെൻറ്റും എക്സ്പെൻസുകൾ വരും. അതടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. അതാണ് ഈ പാർട്ട് ടൈം ഇല്ലെങ്കിലുള്ള പ്രശ്നം. അപ്പോൾ നാട്ടിൽ നിന്ന് അയക്കേണ്ടി വരും. അപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടുത്തെ റെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ അവിടെ നിന്ന് അയക്കുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും അവൾക്ക്, നാട്ടിൽ നിന്ന് അയക്കുമ്പോൾ. കാരണം റെൻറ്റിന് തന്നെ എത്ര പൈസ എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം നല്ല എമൗണ്ട് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഇവിടെ 400 euro എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല 450 400 പറയുമ്പോൾ 40,000 റുപ്യൊക്കെ ഒരു മാസം അയക്കുക പറയുമ്പോൾ അത്യാവശ്യം വലിയ എമൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ട് ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. സോ പാർട്ട് ടൈം എന്തായാലും കിട്ടും, ഷുവറാണ്, അതിൽ സംശയമൊന്നുമില്ല, എല്ലാവർക്കും കിട്ടും. പക്ഷേ ടൈം എടുക്കും. ആ ടൈമിനുള്ളത് അപ്പോൾ എല്ലാവരും അതിന് പ്രിപ്പയർ ആയിട്ട് വരുന്ന ആൾക്കാർ പിന്നെ കുറച്ച് ക്യാഷ് കയ്യിൽ നാട്ടിൽ നിന്ന് വെക്കാൻ പറ്റണമെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ നിന്ന് അയക്കാൻ പ്രശ്നമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് പാർട്ട് ടൈമിൻ്റെ അവസ്ഥ. കുറച്ച് തിരഞ്ഞ് നടക്കേണ്ടി വരും അത്യാവശ്യം. പിന്നെ മോസ്റ്റ് ഓഫ് എല്ലാവർക്കും കിട്ടുന്നത് എന്താ വെച്ചാൽ റഫറൻസ് വഴിയാണ്. അതായത് നമ്മളെ പരിചയമുള്ള ആൾക്കാർ ഇവിടെ അല്ലോല് റഫർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ചാൻസ് കൂടുതലാണ്. കാരണം അവർക്ക് അവിടെ വർക്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ റഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഈ റൂമിൽ തന്നെ ഒരാളൊരു വർക്കിന് കയറി പിന്നെ 2 ആൾക്കാരെ റൂമിൽ തന്നെ കയറ്റി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ റഫറൻസ് ആകുമ്പോൾ പെട്ടെന്ന് വർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, നമ്മൾ നോർമലി അന്വേഷിച്ച് നടക്കുന്നതിലേറെ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരിലൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി ചാൻസ് കൂടുതലാണ് പാർട്ട് ടൈം കിട്ടാൻ. സോ അങ്ങനെയാണ് പാർട്ട് ടൈമിൻ്റെ കാര്യം. പിന്നെ പാർട്ട് ടൈമിൻ്റെ സാലറി, അതായത് നമുക്ക് എന്ത് കിട്ടുന്ന സാലറി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഇവിടെ അയർലൻഡിൻ്റെ നിയമപ്രകാരം വർക്ക് ചെയ്യാൻ പറ്റിയ 20 hours ആണ്. 20 മണിക്കൂർ ഒരു സ്റ്റുഡൻറ്റ് വർക്ക് ചെയ്യുക പഠിക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ 20 hour. പിന്നെ ഇവിടെ അല്ലേന്ന് വെച്ചാൽ മറ്റ് കൺട്രീസിലത്തെ എനിക്ക് തോന്നുന്നില്ല എല്ലായിടത്തും ഇങ്ങനെ ഉണ്ട്. ബേസിക് പേ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 13.50 അതായത് 13 euro 50 cent. അത് നമുക്ക് ബേസിക് പേ ആണ്. അതായത് എന്തായാലും ആ പൈസ നമുക്ക് കിട്ടും ഒരു മണിക്കൂറിന്. സോ പെർ ഹവർ 13.50 ഷുവറായിട്ട് കിട്ടും. സോ പിന്നെ അതൊരു നല്ല കാര്യമാണ്. കാരണം നമുക്ക് അവിടെ കുറവ് ഇന്ന പണിയിൽ കുറവ് അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മൾ കടയിൽ നിൽക്കുകയാണെങ്കിലോ, പിന്നെ ഇപ്പോൾ ഒരു ക്ലീനിങ് ആണെങ്കിലോ, ഈ ഹോട്ടലിലാണെങ്കിലോ, പിന്നെ പെട്രോൾ പമ്പാണെങ്കിലോ, ഏതിലാണെങ്കിലും 13.50 നമ്മൾ ബേസിക് പേ ആണ്. പിന്നെ സൺഡേ ആണെങ്കിൽ ചിലപ്പോൾ 1 euro കൂട്ടി കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. ഹോളിഡേയ്സിൽ ഡബിൾ പേ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് നമ്മുടെ ബേസിക് പേ 13.50. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് 20 hour വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ 20 hour വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു സ്റ്റുഡൻറ്റിന് എന്തായാലും, അതായത് ഇപ്പോൾ ഒരാഴ്ച നമുക്ക് 20 hour വർക്ക് ചെയ്യുക. അപ്പോൾ 13.50 × 20 അറിയുമ്പോൾ എത്ര? 270 euro ഒരു മാസമല്ല ഒരാഴ്ച, അങ്ങനെ 4 ആഴ്ച ഒരു മാസം, അങ്ങനെ മൊത്തം അറിയുമ്പോൾ ഒരു 1080 euro 20 hour വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് പിന്നെ അങ്ങനെ കിട്ടും. എല്ലാ ആഴ്ചയിലും 20 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 1080, അതായത് അങ്ങനെ കിട്ടും യൂറോ. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അതിൽ ചെറിയൊരു എമൗണ്ട് ടാക്സ് ആയിട്ട് 40 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഇത് പോകുന്നുള്ളൂ. അതാണ് പാർട്ട് ടൈമിൻ്റെ ഇതിന് കണക്ക്. പക്ഷേ നമ്മളൊരിക്കലും അതാക്കി വെക്കരുത്. കാരണം 20 hour അല്ല, ചിലർക്ക് കുറവ് കിട്ടണവരുണ്ട്, ചിലർക്ക് കൂടുതൽ കിട്ടണവരുണ്ട്. കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും.
അതായത് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ളൂ, 20 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ വർക്ക് ചെയ്ത് അപ്പം പ്രശ്നമൊന്നുമില്ല. ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് വിസ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴൊക്കെ എല്ലാ പ്രശ്നങ്ങളുള്ളൂ വരിക, സ്റ്റാമ്പ്. സോ വർക്കിനുള്ളുണ്ട് എൻ്റെ റൂമിൽ. പിന്നെ നമുക്ക് വെക്കേഷൻ ടൈമിലും കൂടുതൽ വർക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ റൂമിൽ തന്നെ 45 ഹവർ വർക്ക് ചെയ്തോല് വരെ ഉണ്ട്. 45 ഹവറൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ എനിക്കാണെങ്കിൽ തന്നെ ഒരു മാസം അല്ല ഒരാഴ്ചയിൽ ഒരു 22, ചിലപ്പോൾ 25 അങ്ങനെയൊക്കെയാണ്. സോ അതങ്ങനെ ഡിപ്പെൻസ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും ഒരു 20 ഹവർ കിട്ടുന്ന ഒരു സ്റ്റുഡൻറ്റിന് എന്തായാലും ഒരു 1080 ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റും. ഒരു 1050 മാസം ഏൺ ചെയ്യാൻ പറ്റും 20 ഹവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണൊരു സാലറിൻ്റെ കണക്ക്. പാർട്ട് ടൈം കിട്ടുമ്പോൾ അത് എന്തായാലും കൂടുതൽ കിട്ടും, ചിലപ്പോൾ ആ ഡിപ്പെൻസാണ്. പിന്നെ വെക്കേഷൻ ടൈം ആയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ഹവർ കിട്ടും. കാരണം നല്ല തിരക്കുള്ള ടൈം ആകുമ്പോൾ എല്ലാവർക്കും നല്ല ഹവറൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് പാർട്ട് ടൈമിൻ്റെയൊക്കെ അവസ്ഥ. സോ ഇവിടെ ഒരു പാർട്ട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എക്സ്പെൻസ് കാര്യങ്ങൾ നമുക്ക് വലിയ വിഷയമായിട്ട് വരില്ല. പിന്നെ സേവിങ്സിൻ്റെ കാര്യമുള്ളൂ. അത്യാവശ്യം നല്ല സേവിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഹവേഴ്സ് കിട്ടണം. ഹവേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സേവിങ്സ് ഉണ്ടാക്കാം. സോ അത്രേ ഉള്ളൂ പാർട്ട് ടൈമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. സോ വന്നിട്ടെല്ലാവരും നല്ല ഹവേഴ്സ് കിട്ടുന്ന പാർട്ട് ടൈം തപ്പിയെടുക്കുക, വർക്ക് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. ഓക്കെ ബൈ.